ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ രൂപീകരിക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് ഒരു പടി കൂടി അടുത്ത് ബി.ജെ.പി. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് 14 എം.എൽ.എമാരെ നിയമസഭാ സ്പീക്കർ വിജേന്ദ്ര ഗുപ്ത നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ്. 11 ബി.ജെ.പി. അംഗങ്ങളെയും 3 ആം ആദ്മി അംഗങ്ങളെയുമാണ് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. ഇതോടെ ഏപ്രിലിൽ നടക്കുന്ന മേയർ, ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് ഏറെക്കുറെ വിജയമുറപ്പായി കഴിഞ്ഞു. കഴിഞ്ഞ തവണ നടന്ന മേയർ തിരഞ്ഞെടുപ്പിൽ 3 വോട്ടുകൾക്കാണ് ബി.ജെ.പി. പരാജയപ്പെട്ടത്. അന്നൊരു എം.എൽ.എ. മാത്രമായിരുന്നു എം.സി.ഡി. സമിതിയിൽ ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ മാസം 3 എ.എ.പി. കൗൺസിലർമാർ ബി.ജെ.പിയിലേക്ക് കൂറുമാറിയതോടെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ പാർട്ടി ഇതിനകം തന്നെ എ.എ.പിയെ മറികടന്നു കഴിഞ്ഞു. ഇതോടെ ബി.ജെ.പി. അംഗങ്ങളുടെ എണ്ണം 116 ആയിരിക്കുകയാണ്. 250 അംഗ കൗൺസിലിൽ എ.എ.പിക്ക് 114 സീറ്റുകളും കോൺഗ്രസിന് 8 സീറ്റുകൾ മാത്രമാണുള്ളത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൗൺസിലർമാർ മത്സരിച്ചതിനെ തുടർന്ന് എം.സി.ഡിയിൽ ഇപ്പോൾ 12 ഒഴിവുകളുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച 22 കൗൺസിലർമാരിൽ 11 പേർ മാത്രമാണ് വിജയിച്ചത്. ഒരു കൗൺസിലർ ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി സീറ്റ് ഒഴിഞ്ഞു. എന്നാൽ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ നിയമം അനുസരിച്ച് മേയർ തിരഞ്ഞെടുപ്പിന് മുൻപ് ഉപതിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് നിർബന്ധമില്ല. ഇതോടെ കൗൺസിലിൽ തങ്ങളുടെ മേൽക്കൈ തിരിച്ചുപിടിക്കാനുള്ള എ.എ.പിയുടെ ഉപതിരഞ്ഞെടുപ്പ് സാധ്യതയും അടഞ്ഞിരിക്കുകയാണ്. മേയർ തിരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രൽ കോളേജിൽ 280 കൗൺസിലർമാരും 10 എം.പിമാരും 14 എം.എൽ.എമാരുമുണ്ട്. നിലവിൽ ബി.ജെ.പിക്ക് 116 കൗൺസിലർമാരും 11 എം.എൽ.എമാരും 7 എം.പിമാരുമുണ്ട്. അതായത് തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 15-16 വോട്ടുകളുടെ മുൻതൂക്കം ലഭിക്കുമെന്നർത്ഥം. കൂടാതെ ഡൽഹിയിൽ പുതിയ സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്നാണ്. പഴയ സെക്രട്ടേറിയറ്റിലെ അസംബ്ലി ഹാളിലാണ് ബജറ്റ് സമ്മേളനം നടക്കുക. മാർച്ച് 28 വരെയാണ് സമ്മേളനം. എല്ലാവർക്കും ചില സമ്മാനങ്ങൾ ഉണ്ടാകുമെന്ന് ബി.ജെ.പി. പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി ഡൽഹിയെ വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോകുമെന്നും വരാനിരിക്കുന്ന ബജറ്റ് ഡൽഹിയിലെ ജനങ്ങൾ തയ്യാറാക്കിയ ബജറ്റ് ആയിരിക്കുമെന്നാണ് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് വീരേന്ദ്ര സച്ദേവ പറയുന്നത്. അതേസമയം തന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്ന ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത നിർദ്ദിഷ്ട ബജറ്റിനെ വികസിത ഡൽഹിയുടെ ബജറ്റ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഡൽഹിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, മലിനീകരണം, വെള്ളക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യം, സാമ്പത്തിക ശാക്തീകരണം എന്നിവ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും തന്റെ ആദ്യ ബജറ്റ് എന്ന് രേഖ ഗുപ്ത പറയുന്നു. 27 വർഷത്തിനു ശേഷം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് കനത്ത പരാജയം സമ്മാനിച്ചാണ് ബി.ജെ.പി. അധികാരത്തിലേറിയത്. ഇത് തുടരുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്.